മക്കളെ, എല്ലാവർക്കും ചൈല ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പാഠഭാഗങ്ങളുണ്ട്, ആരാണ് എഴുത്തുകാർ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. യൂണിറ്റിൻ്റെ പ്രത്യേകത പഠിച്ചു, യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന കത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളുടെ മലയാള സെക്കൻഡിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ശാന്തിനികേതനം എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഓൾറെഡി സ്കൂളിലൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ടീച്ചർ എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. ഇതാണ് ശാന്തിനികേതനം എന്ന് പറയുന്ന വിദ്യാഭ്യാസ അല്ലേ സ്ഥാപനമാണ്, ഒരു സ്കൂളാണ്. പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരു ഇടമാണ് എന്തെന്ന് പറയുന്നത് ശാന്തിനികേതനം അല്ലേ. ആരാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്? ആരാണ്? നമ്മളെ ടാഗോർ ആണ് അല്ലേ. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് മാത്രമല്ല അല്ലേ, വലിയൊരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് ശാന്തിനികേതനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ശാന്തിനികേതനത്തെ കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പലതരത്തിലുള്ള യാത്രകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ യൂണിറ്റിൽ പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ശാന്തിനികേതനത്തെ അല്ലേ, ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള ശാന്തിനികേതനം കാണാൻ വേണ്ടി എസ്.കെ. പൊറ്റക്കാട് യാത്ര പോവുകയും അദ്ദേഹം ആ യാത്രയിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ശാന്തിനികേതനിൽ അദ്ദേഹം കണ്ട, അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചകൾ, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന് പറയുന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ ഭാഗമാണ് ശാന്തിനികേതനം കേട്ടോ. എന്താണ്? സഞ്ചരിക്കുന്ന ദീപശിഖ എന്നാണ് കേട്ടോ. സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന യാത്രാ വിവരണത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത് ശാന്തിനികേതനം എന്ന് പറയുന്ന പാഠഭാഗം. ക്ലിയർ ആയോ? അപ്പോൾ എന്താ പഠിക്കാനുള്ളതെന്ന് മനസ്സിലായല്ലോ. ഒരു യാത്രാ വിവരണ കുറിപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുത്തുകാരനെ പരിചയപ്പെടുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ആരാണ് എഴുത്തുകാരൻ? എസ്.കെ. പൊറ്റക്കാടാണ് അല്ലേ. ഇവിടെ സഞ്ചാര സാഹിത്യകാരന്മാരുടെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്? എസ്.കെ. പൊറ്റക്കാട് അല്ലേ. അപ്പോൾ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പലതരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അല്ലേ, ഫോണിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് അല്ലേ, ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്, സഫാരി പോലെയുള്ള ചാനലുകളുണ്ട്. നമുക്കങ്ങനെ വളരെ ലൈവായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല, പെട്ടെന്നൊരു സ്ഥലത്തേക്ക് അല്ലേ ഏത് രീതിയിൽ പോകണം അല്ലേ, അത്തരത്തിലുള്ള ഒരുപാട് സാധ്യത കുറവുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് എസ്.കെ. പൊറ്റക്കാട് എന്ത് ചെയ്തിട്ടുള്ളത്, പരിമിതമായിരുന്ന അല്ലേ സൗകര്യങ്ങളുള്ള കാലത്ത് ഇത്രയധികം ദൂരെ അല്ലേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. നമ്മൾ കാണുന്നത് പോലെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ അല്ലെ മനോഹരമായ സാഹിത്യത്തിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ആസ്വദിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, വായന അനുഭവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. കഥാകൃത്താണ്, അതേപോലെ തന്നെ നോവലിസ്റ്റാണ്, കവിയാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അല്ലേ അദ്ദേഹത്തിനുള്ളിൽ ഈ സർഗാത്മകത ഉള്ളത് കൊണ്ട് തന്നെ, എഴുതാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ, സാഹിത്യകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്രാ വിവരണ ഗ്രന്ഥം എന്ത് ചെയ്യും, നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റും അല്ലേ. അപ്പം രസകരമായ രീതിയിൽ നമ്മൾ കാണുന്നത് പോലെയാണ് എന്ത് ചെയ്തത് എസ്.കെ. പൊറ്റക്കാട് യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്തതാണ്, 1913 മാർച്ച് 14 അദ്ദേഹം ജനിക്കുന്നത്. പൊറ്റക്കാട് കോഴിക്കോട് നഗരത്തിന് അടുത്തുള്ള പുതിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് എസ്.കെ. പൊറ്റക്കാട് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ പ്രസക്തനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ അല്ലേ, ആദ്യ നോവൽ എന്ന് പറയുന്നത് നാടൻ പ്രേമമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ കേട്ടോ, ആദ്യ നോവൽ എന്ന് പറയുന്നത് നാടൻ പ്രേമമാണ്. പിന്നീട് ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, തെരുവിൻ്റെ കഥ അല്ലേ, ഇതൊക്കെ എന്താണ് നോവലുകളാണ്. ദേശത്തിൻ്റെ കഥയും അതേപോലെ വിഷകന്യകയും പ്രേമശിക്ഷ അല്ലേ, മൂടുപടം, നാടൻ പ്രേമം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. പിന്നെ സിംഹഭൂമി, നൈൽ ഡയറി, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ബാലി ദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, കൊയ്റോ കത്തുകൾ, ഇങ്ങനെ ഒരുപാട് സഞ്ചാര സാഹിത്യ യാത്രാ വിവരണ കൃതികൾ എഴുതിയിട്ടുണ്ട്.
എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് രാജമല്ലി, പുള്ളിമാൻ, നിശാഗന്ധി, മേഘമാല തുടങ്ങിയിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. പ്രേമശില്പി, സഞ്ചാരിയുടെ ഗീതങ്ങൾ തുടങ്ങിയ കവിതകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, ജ്ഞാനപീഠ പുരസ്കാരം, ഇങ്ങനെ നിസ്സാരക്കാരനല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടീച്ചർ പറയാൻ കാരണം ഇതൊക്കെ നമ്മളുടെ പരീക്ഷയിൽ നമുക്ക് ആവശ്യമാണ് അല്ലേ. ഒരു എഴുത്തുകാരനെ കുറിച്ച് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ചിലപ്പോൾ നമുക്ക് ചോദ്യം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് മാറിയതാണ്. അപ്പോൾ എഴുത്തുകാരനെ കുറിച്ചൊക്കെയുള്ള എന്താ പറയുക വിവരങ്ങൾ അല്ലേ നമ്മൾ എസ് കെ പൊറ്റക്കാടിനെ പഠിച്ചിരിക്കേണ്ടത് കൂടെ എന്തിൻ്റെ ഭാഗമാണ്, സിലബസിൻ്റെ ഭാഗമാണ്. അപ്പോൾ എസ് കെ പൊറ്റക്കാട് അത്രയും പ്രാധാന്യമുള്ളൊരു എഴുത്തുകാരനാണ്. 1-2 കൃതികളെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ ഓർത്ത് വയ്ക്കണം അല്ലേ. സഞ്ചാര സാഹിത്യ മേഖലയിൽ അത്രയും എന്താണ് സംഭാവനകൾ ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ശാന്തിനികേതനം അല്ലേ. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ശാന്തിനികേതനം, ആരാണ് ടാഗോർ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ശാന്തിനികേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1901 ഒരു വിദ്യാലയവും കലാകേന്ദ്രവുമായിട്ട് ആര് മാറ്റിയതാണ്, ടാഗോർ മാറ്റിയതാണ് എന്തെന്ന് പറയുന്നത്, ശാന്തിനികേതനം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ദേവേന്ദ്രനാഥ ടാഗോർ 1863 എന്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്, നമ്മളുടെ ശാന്തിനികേതന് തുടക്കം കുറിച്ചു. അത് 1901 ഒരു കലാകേന്ദ്രവും വിദ്യാഭ്യാസ കേന്ദ്രവുമായിട്ട് ആര് മാറ്റിയായിരുന്നു, ടാഗോർ മാറ്റിയായിരുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ ഇന്ന് പഠിക്കുന്ന പോലെയുള്ള അടഞ്ഞ ക്ലാസ് മുറികൾക്കുള്ളിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആയിരുന്നില്ല. ടീച്ചർ ആദ്യം തന്നെ കാണിച്ചെന്നല്ലോ, ഒരു ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് മരത്തിൻ്റെ തണലിൽ ഇരുന്നിട്ട് നിലത്തിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, പ്രകൃതിയോട് ഇണങ്ങിയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതേമാതിരി അല്ലേ എന്താണ് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിസ്ഥിതി കേന്ദ്രിതമായിട്ടുള്ള അല്ലേ എന്താണ് പരിസ്ഥിതി കേന്ദ്രിതമായ വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക ഇടവുമാക്കി എന്തിനെ മാറ്റിയായിരുന്നു, ശാന്തിനികേതനെ ടാഗോർ മാറ്റിയായിരുന്നു. കൊൽക്കത്തയിലാണ് ഈ ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെയാണ് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്, ശാന്തിനികേതനം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ അതിൻ്റെ ലഭിച്ചിട്ടുള്ള തുക അല്ലേ വലിയ പൈസ കിട്ടും. ആ പൈസ മുഴുവൻ എന്ത് ചെയ്യാണ്, ശാന്തിനികേതനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. 1921 ഈ വിദ്യാലയ വിശ്വഭാരതി എന്ന് പറയുന്ന സർവകലാശാലയായിട്ട് മാറിയിട്ടുണ്ട്. 1951 ഇത് കേന്ദ്ര സർവകലാശാലയായിട്ട് ഉയർത്തി. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് വിശ്വഭാരതി എന്നുള്ള പേര് ശാന്തിനികേതന് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അല്ലേ പ്രസക്തമായിട്ടുള്ള അത്രയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള മൂല്യങ്ങൾ പഠിക്കുന്ന ഒരിടമാണ് ശാന്തിനികേതനം വിശ്വഭാരതി എന്ന് പറയുന്ന കേന്ദ്ര സർവകലാശാല എന്ന് മക്കൾ ഓർത്തു വെക്കുക. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ അല്ലേ സാമൂഹിക സാംസ്കാരിക പ്രകൃതി കലാദർശനങ്ങൾ ഒത്തുചേരുന്ന അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ്, ടാഗോറിൻ്റെ വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവും പ്രകൃതിപരമായിട്ടുള്ള കലാദർശനങ്ങളെ എല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു ഇടമാണ് അല്ലേ ശാന്തിനികേതൻ എന്ന് പറയുന്നത് അല്ലേ. അത് വിശ്വമാനവികതയുടെയും ഇന്ത്യയുടെയും ഏറ്റവും മഹത്തായ നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ശാന്തിനികേതൻ എന്ന് പറയുന്നത് കേട്ടോ. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടെ എന്ത് ചെയ്യാണ്, ലോകശ്രദ്ധയിലേക്കും അതിനു മുമ്പേ ലോകശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് എങ്കിലും 2023 യുനെസ്കോയുടെ അല്ലേ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യാണ്, ഇത് ലോകശ്രദ്ധയിലേക്ക് നമ്മളുടെ വിശ്വഭാരതി എത്തുകയാണ്. ഇനി ടാഗോറിനെ കുറിച്ചാണ്. ആരാണ് ടാഗോർ എന്ന് നമുക്ക് അറിയാം അല്ലേ. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, നാടകകൃത്താണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അറിയപ്പെടുന്ന തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കുറേ കൂടെ അറിയുന്നത് അല്ലേ. ജനഗണമനയൊക്കെ മക്കൾക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ മക്കൾക്ക് അറിയുന്നതുകൊണ്ടാണ് ടീച്ചർ പറയാത്ത നമ്മളുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയുടെ രചയിതാവാണ്. ഓക്കെ, അദ്ദേഹം ഒരുപാട് കൃതികൾ അല്ലേ മലയാളത്തിലല്ല സാഹിത്യത്തിന് ഇന്ത്യൻ സാഹിത്യത്തിന് എന്താണ് ഒരു മുതൽക്കൂട്ടാണ് ആരെന്ന് പറയുന്നത്, രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുള്ള തൻ്റെ കൃതിക്ക് ടാഗോർ തന്നെ ഇംഗ്ലീഷ് നടത്തിയ പരിഭാഷയെ മുൻനിർത്തിയിട്ടാണ് 1913 എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം കേട്ടോ. ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്, നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. മാനവികത, പാരിസ്ഥിതിക ദർശനം, വിദ്യാഭ്യാസ ദർശനം, കലാദർശനം ഇവയിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ആർക്കുണ്ടായിരുന്നു, ടാഗോറിനുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്പോൾ അത്തരം
മാനവിക മൂല്യങ്ങൾ അല്ലേ തൻ്റെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയും ഒക്കെ എന്ത് ചെയ്തത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എന്താണ് നന്മ നിറഞ്ഞ അല്ലേ സദ്ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള ഒരാളാണ് ആര്? ടാഗോർ. അപ്പം അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനവും അല്ലേ കലാകേന്ദ്രവും എന്താണ് അതിനോളം തന്നെ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണ് എന്ന് മക്കൾ മനസ്സിലാക്കണം. ഇത്ര ഡീറ്റെയിലായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശാന്തിനികേതനെക്കുറിച്ച് ചിലപ്പോൾ എസ്സേ ചോദിക്കാം അല്ലെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും ടാഗോറിനെ നമ്മൾ അടയാളപ്പെടുത്തണം അല്ലേ ടാഗോറിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. വെറുതെ അങ്ങ് പാഠം പഠിച്ചിട്ട് കാര്യമുണ്ടോ? പാഠത്തിൻ്റെ അല്ലേ എന്താ യാത്രാ വിവരണത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ചോദ്യം ചോദിക്കുക അല്ലേ. അതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ടീച്ചർ പറഞ്ഞിട്ടുള്ള പോയിന്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ശാന്തിനികേതനിലെ വിദ്യാഭ്യാസ രീതികളാണ്. ഏത് രീതിയിലാണ് ശാന്തിനികേതനിലെ വിദ്യാഭ്യാസം നടക്കുന്നത് അല്ലെ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ അല്ലേ, അതൊക്കെയാണ് നമുക്ക് വലിയൊരു ചോദ്യമായിട്ടൊരു എസ്സേ ചോദ്യമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രകൃതിയോട് ടീച്ചർ കുറേ സമയമായി പറയുന്നു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള പഠന രീതികളാണ് അല്ലേ. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമായി തന്നെ മാറുന്ന പഠനമാണ്. ഓക്കെ, എന്താണ് ടാഗോറിൻ്റെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയായി മാറുന്ന പഠനമാണ് കേട്ടോ. പിന്നെ എന്താണ് അവിടുത്തെ സ്കൂളുകളുടെ ഒക്കെ പ്രത്യേകത എന്താ? എങ്ങനെയാണ് പാഠശാലയുള്ളത്? പുല്ലുമേഞ്ഞ കുടിലുകളാണ് കേട്ടോ. പുല്ലുമേഞ്ഞ കുടിലുകൾ, മാന്തോപ്പുകളുടെയും പുൽത്തകിടികളെയൊക്കെയുള്ള മധ്യേയുള്ള ഒരു വിശ്വവിദ്യാലയമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ പുല്ലുമേഞ്ഞ ഇടങ്ങളാണ്. കുട്ടികൾ നിലത്ത് മാഞ്ചോട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്നത് കാണാം. ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങി കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ്. പിന്നെ കലാഭവനമുണ്ട്, ചിത്രശില്പ കലാപഠനങ്ങളുണ്ട്, സംഗീത പഠനമുണ്ട്, സംഗീത നൃത്ത പഠനങ്ങളുണ്ട്. ഇങ്ങനെ ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ ഇങ്ങനെ പുണർന്ന് കിടക്കുന്ന വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്കൂൾ ക്യാമ്പസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് അങ്ങനെയുള്ള വളരെ എന്താണ് ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രകൃതിയും അല്ലേ പരിസ്ഥിതിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത്, ശാന്തിനികേതനത്തിൽ ഉള്ളത് എന്ന് മക്കൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും? ഭയങ്കര സമാധാനമൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് കിട്ടുക അല്ലേ. ഭയങ്കര ഇപ്പോൾ നമ്മൾ പല യൂണിവേഴ്സിറ്റികളിലും നമ്മളിപ്പോൾ കാലടി പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നൃത്തം പഠിപ്പിക്കുന്നുണ്ട്, കഥകളിയുണ്ട്, നാടകമുണ്ട് അല്ലേ, ഫൈൻ ആർട്സ്, അങ്ങനെ പല 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 കാര്യങ്ങൾ ഇപ്പം പുതിയ കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം ചേർന്നതാണ് സമഗ്രമായിട്ടുള്ളൊരു പഠന മേഖല അല്ലേ. വലിയ അത്രയും ഡീപ്പായിട്ടുള്ള അല്ലെ ആഴത്തിലേക്ക് ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ടാഗോർ ആ കാലഘട്ടത്തിൽ അല്ലേ തൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? ഇങ്ങനെ സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ പരിശീലനം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ശ്രീനികേതനം എന്ന് പറയുന്ന ഗ്രാമീണ പഠന കേന്ദ്രം. അപ്പോൾ ഈ ശാന്തിനികേതനത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെറുതെ അങ്ങ് കുട്ടി പുറത്തേക്ക് ഇറങ്ങല്ല, ഡീപ്പായിട്ടുള്ള നോളജ്. ഒരു വിദ്യാഭ്യാസം കഴിയുന്ന കുട്ടിക്ക് എല്ലാ കാര്യത്തിലും എന്താണ്? അറിവ് കിട്ടുകയാണ്. അവൻ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നു? അറിവ് നേടിയാണ് മുൻപിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്താനും വളർത്താനും ഒക്കെയുള്ളൊരു ഇടമായിട്ടാണ് ശാന്തിനികേതനെ കാണുന്നത്. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും ഒക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികളിൽ രൂപപ്പെടുത്തുന്നത് നമുക്ക് എവിടെ കാണാൻ പറ്റുകയാണ്? ശാന്തിനികേതനത്തിൽ കാണാൻ പറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ശാന്തിനികേതനം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ടീച്ചർക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ടാഗോറിനെ പോലെ തന്നെ ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികൾ പ്രധാനപ്പെട്ടതാണ്. എസ് കെ പൊറ്റക്കാട് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചല്ലോ, ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ, ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിന് വേണ്ടി ഒരു സമയമൊന്നും മാറ്റി വെക്കേണ്ട. നല്ല അല്ലേ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചെടുക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ടീച്ചർ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഏത് പാഠത്തിൻ്റെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി ഏത് ക്ലാസ്സാണ് വേണ്ടത്? ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുള്ളത്? അപ്പോൾ അങ്ങനെ പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോയുടെ താഴെ മക്കൾ കമൻറ്റ് ചെയ്യണം. ചിലപ്പോൾ അല്ലേ ഫ്രണ്ട്സിനൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങണ്ടടാ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനിയൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും കാണാം. ബൈ.